എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഷിങ്കിയും നമ്മുടെ ചോച്ചോയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഉടനെ ചോച്ചി അവനാണെങ്കിൽ ഫുൾ ആവേശത്തിൽ പറയും, ബേബി ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഉറപ്പായിട്ടും ഈ ഒരു മത്സരത്തിൽ നീ തന്നെ ജയിക്കണം. അങ്ങനെ ജയിക്കുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള അത്രയും ബർഗർ അപ്പം നിനക്ക് വാങ്ങിത്തരും. ചോച്ചോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര ആവേശമാവും. അതേസമയം മോഹി അവള് പറയും, ചോച്ചോ അവൾ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. നല്ല രീതിയിൽ അവൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. പക്ഷെ ചില സമയത്ത് അവൾ ഒന്നും അറിയാത്ത മണ്ടിയെപ്പോലെ നിൽക്കും. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് അവളില് നല്ല പ്രതീക്ഷയുണ്ട്. ഇവിടെ ഷിങ്കിക്കാണെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആണ്. ഇത്രയും വലിയൊരു മണ്ടത്തിയുടെ കൂടെ എനിക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വന്നല്ലോ. വേഗം ഫൈറ്റ് ചെയ്യ്, എനിക്ക് നിന്നെ തോൽപ്പിച്ചിട്ട് വേണം അടുത്ത പവർഫുൾ ആയ ആളെ എനിക്ക് നേരിടാൻ. അത് കേൾക്കേണ്ട താമസം ചോച്ചോ അവളുടെ കൈ അങ്ങനെ വലുതാക്കി ഷിങ്കിനെ ഇടിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അവളങ്ങനെ ചാടി വന്ന് അവൻ ആഞ്ഞടിക്കും. പക്ഷെ അപ്പോഴേക്കും അവനാണെങ്കിൽ അവന്റെ അയൻ കൈ അത് വെച്ച് അവളുടെ കൈ ലോക്ക് ചെയ്യാണ്. ഗാറയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് ചിരിയും വരും. അതുപോലെ തന്നെ അവൻ അഭിമാനം തോന്നും. ചോച്ചോ അവളുടെ രണ്ടാമത്തെ കൈയെടുത്ത് വീണ്ടും അവൻ ഇടിക്കാൻ ശ്രമിക്കും. പക്ഷെ അവൻ അയൻ കൈ വെച്ച് അവളുടെ രണ്ടാമത്തെ കൈയും ലോക്ക് ചെയ്ത് പുറകിലേക്ക് തള്ളി വിടുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഷോക്കായി പോവും. അവന്റെ ബോഡി ഇത് മുഴുവനായിട്ടും അയണാക്കി മാറ്റിയാണ് ഇപ്പോൾ അവളെ പ്രതിരോധിക്കുന്നത്. ചോച്ചി വിളിച്ചു പറയും, ചോച്ചോ ദൂരേക്ക് നിൽക്ക്, അവനെ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് അറ്റാക്ക് ചെയ്യേ. ഷിങ്കി ആണെങ്കിൽ അവന്റെ രണ്ട് കൈ ഉപയോഗിച്ച് അവളുടെ കൈ അതങ്ങനെ ഒട്ടിക്കാൻ ശ്രമിക്കുകയാണ്. നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്നോട് നല്ല കൺസേൺ ആണല്ലേ? അവരുടെ കൺസേൺ അതൊക്കെ വെറുതെയാണ്. ഒരു കാരണവശാലും നിനക്ക് എന്റെ മുൻപിൽ ജയിക്കാൻ പറ്റില്ല. സോ മര്യാദയ്ക്ക് ഗിവപ്പ് ചെയ്യുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലെ നഖം അതവൻ ഒട്ടിച്ചു കളയും. അടുത്ത സെക്കൻഡ് അവളുടെ കൈ അത് നോർമലായി മാറുകയാണ്. എന്താ സംഭവിച്ചേ? അവളുടെ കയ്യിലെ നഖത്തിലേക്ക് നോക്കും. ആ നഖങ്ങളാണെങ്കിൽ ബ്രേക്ക് ആയിട്ടിരിക്കുകയാണ്. ചോച്ചോയ്ക്കാണെങ്കിൽ അവളുടെ കൺട്രോൾ പോവും. അവൾ പാർഷ്യൽ എക്സ്പെൻസീവ് ചിപ്സ് ഉപയോഗിച്ച് വീണ്ടും അവനെ അറഞ്ചം പുറഞ്ച് ഇട്ടിക്കുവാണ്. അത് കണ്ട് സാറടാ അവൾ നിലവിളിച്ച് പറയും, ചോച്ചോ അവന്റെ മുൻപിൽ ആ ഒരു പവർ അതേൽക്കില്ല. എന്നിട്ട് നീ എന്തിനാ വീണ്ടും വീണ്ടും ആ പവർ തന്നെ ഉപയോഗിക്കുന്നേ? ചോച്ചോ ആണെങ്കിൽ വീണ്ടും അവളുടെ കൈ വെച്ച് നിലത്താഞ്ഞടിക്കും. എന്നിട്ട് ഒരുപാട് മൺകട്ടകളും കല്ലും കമ്പും ഒക്കെ അവന്റെ നേർക്ക് വലിച്ചടിക്കും. പക്ഷെ അവനാണെങ്കിൽ വളരെ സിമ്പിളായി അതെല്ലാം തന്നെ അയൺ സാൻഡ് വെച്ച് ബ്ലോക്ക് ചെയ്യാണ്. ടിങ്കി പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. സോ ഇപ്പൊ തന്നെ ഗിവപ്പ് ചെയ്ത് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇവിടെ മിസുകാകയാണെങ്കിൽ ആ ഫൈറ്റ് ഒക്കെ കണ്ട് ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. അവൾ ഗാറയോട് ചോദിക്കും, ഇത്രയും പവറുള്ള ഒരു സ്റ്റുഡന്റിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിനക്ക് ഇവനെ എവിടുന്നാണ് കിട്ടിയത്? കട്ട് ചെയ്താ ഗാറ അവനാണെങ്കിൽ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ഒരു ചെറിയ പയ്യൻ അവൻ ഗാറയെ പോലെ തന്നെ പേടിച്ച് വരച്ച് ഒരു മൂലക്കിരിക്കുകയാണ്. അവന്റെ ബോഡിയിൽ നിന്ന് അയൺ സാൻഡ് അതങ്ങനെ പുറത്തേക്ക് പോവും. ഷിങ്കി ആണെങ്കിൽ ഗാറയെ കണ്ട് പേടിച്ച് അവന്റെ അയൺ സാൻഡ് ഉപയോഗിച്ച് ഗാറയെ അറ്റാക്ക് ചെയ്യും. ഗാറ ഒരു വിധത്തില് അവന്റെ സാൻഡ് ഉപയോഗിച്ച് അത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിനുശേഷം അവനിപ്പോ ഷിങ്കിയെ അവനോട് കൂടെ ചേർത്ത് പിടിക്കും. നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഇന്നു മുതൽ നിനക്ക് എൻ്റെ കൂടെ വരാം. നിന്റെ ഈ ഒരു പവറും സ്കില്ലും ഒക്കെ അതെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഷിങ്കിക്കാണെങ്കിൽ അത് വിശ്വസിക്കാനാവില്ല. കാരണം ആദ്യമായിട്ടാണ് ഇത്രയും സ്നേഹത്തോടു കൂടെ ഒരാൾ അവനോട് പെരുമാറുന്നത്. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് ഷിങ്കിയും ചോച്ചോയും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഷിങ്കി ആണെങ്കിൽ ചോച്ചോയെ സിമ്പിളായിട്ട് എടുത്ത് ദൂരേക്ക് വലിച്ചെറിയും. ചോച്ചോ ആണെങ്കിൽ വലിയ കല്ലൊക്കെ എടുത്ത് അവൻ നേരെ വലിച്ചെറിയും. അവൻ 3 കൈയൊക്കെ ക്രിയേറ്റ് ചെയ്ത് അത് സിമ്പിളായിട്ട് തട്ടിത്തെറിപ്പിക്കും. അവൻ അവളെ പിടിച്ചു വലിച്ച് തറയിലൊരൊറ്റ അടി. ആ ഒരു അടിയില് തറ തകർന്ന് തരിപ്പണാവും. ചോച്ചി വീണ്ടും അവളെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ചോച്ചോ കമോൺ കമോൺ, ചോച്ചോ കമോൺ കമോൺ, എഴുന്നേക്ക്, എങ്ങനെയെങ്കിലും അവനെ തോൽപ്പിച്ചേ പറ്റൂ. നമ്മുടെ വില്ലേജിന്റെ മാനം അത് നീ കാക്കണം. ചോച്ചോ ഒരു സെക്കൻഡ് അവളുടെ ചിപ്സുകളെ കുറിച്ച് മുഴുവൻ ആലോചിക്കും. എന്നിട്ട് വീണ്ടും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ എഴുന്നേറ്റ് നിൽക്കും. അടുത്ത സെക്കൻഡ് ചോച്ചോ അവളൊരു പ്രത്യേക സൈനൊക്കെ ഇടും. അത് കണ്ട് ചോച്ചി അവൻ ഷോക്കാവും. ഈ ജിപ്സു അതവൾ ഉപയോഗിക്കാൻ ഒരു ചാൻസും ഇല്ല. കാരണം അവൾക്ക് ഈ ജിപ്സു അതൊട്ടും ഇഷ്ടമല്ല. ചോച്ചോടെ അമ്മയ്ക്കാണെങ്കിൽ ഒന്നും പിടികിട്ടില്ല. അതേത് ജിപ്സു ആണെന്ന് പറഞ്ഞ് അവർ കൺഫ്യൂസ്ഡ് ആവും. ഇവിടെ ചോച്ചോ അവളെ ഷാർപ്പായിട്ട് ഷിങ്കിയെ തന്നെ ശ്രദ്ധിക്കും. ഇനിയാണ് നീ എന്റെ യഥാർത്ഥ പവർ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്തോ ഒരു ചിപ്സു പവർ അത് റിലീസ് ചെയ്യാൻ പോവാണ്. അവൾ ഉഷാറായിട്ട് ഇപ്പൊ പുറകിലേക്ക് ഓടും. അതിനുശേഷം ഹ്യൂമൻ ബോംബായി മാറി അമ്പരം പോലെ കറങ്ങി അവന് നേരെ കറങ്ങി അടുക്കുകയാണ്.
ചോച്ചിയാണെങ്കിൽ അതുകൊണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. കാരണം ഇത് ചോച്ചിയുടെ ജിപ്സു ആണ്. അവൻ ഉടനെ അവന്റെ സ്ട്രെങ്ത് ഒക്കെ എടുത്ത് ആ ബോളിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. പക്ഷെ അവൾ വീണ്ടും വീണ്ടും ആ ബോളിന്റെ സൈസും സ്ട്രെങ്ത് ഒക്കെ കൂട്ടി അവന് നേരെ കറങ്ങി അടുക്കും. അവൻ നിമിഷ നേരം കൊണ്ട് അവന്റെ അയൺ സാൻഡിന്റെ പവർ അത് ഇരട്ടിയാക്കി ആ ബോളിൽ ആഞ്ഞടിക്കും. ആ ഒരു അടി കിട്ടി അവളിപ്പോ നോർമൽ ആവുകയാണ്. അവള് പറയും, ഇപ്പൊ എനിക്കും കുറച്ച് പവറും സ്കില്ലൊക്കെ ഉണ്ടെന്ന് നിനക്ക് ബോധ്യപ്പെട്ടില്ലേ? അതിനവൻ പറയും, അതെ, നിനക്കും നല്ല പവറുണ്ട്. അത് കേട്ട് കഴിഞ്ഞ അടുത്ത നിമിഷം പാവൻ ചോച്ചോ അവള് തല കറങ്ങി ഇപ്പൊ താഴേക്ക് വീഴും. ഉടനെ ലീ അവനിപ്പോ ഗ്രൗണ്ടിലേക്ക് വന്ന് ഷിങ്കി ഈ ഒരു ബാറ്റിൽ ജയിച്ചു എന്ന് അനൗൺസ് ചെയ്യും. ലീഫ് വില്ലേജിലെ ഷിനോബികൾ വന്ന് അവർ തളർന്നു വീണ് കിടക്കുന്ന ചോച്ചോയും തൂക്കിയെടുത്ത് ഇപ്പൊ ഗ്രൗണ്ടിൽ നിന്ന് പോവും. കട്ട് ചെയ്ത ഷിങ്കി അവനിപ്പോ മീറ്റ്സികയുടെ അടുത്തേക്ക് നടന്നു വരും. ഷിങ്കി പറയും, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മീറ്റ്സികയെ അത് നീയുമായിട്ട് ഫൈറ്റ് ചെയ്യണമെന്നാണ്. എൻ്റെ അച്ഛൻ്റെ അഭിമാനം അതെനിക്ക് കാക്കണം. എനിക്കറിയാം നിനക്ക് ഒരുപാട് ഹിഡൻ എബിലിറ്റീസ് ഉണ്ടെന്ന്. അതുമായിട്ട് ഏറ്റുമുട്ടി ഞാൻ തന്നെ ജയിക്കും. അടുത്ത ബാറ്റില് അത് നമ്മൾ തമ്മിലാണെന്നൊക്കെ പറഞ്ഞ് അവൻ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് നടന്നു പോവും. ഉടനെ ബൊറൂട്ടോ അവൻ വിളിച്ചു പറയും, നീ മീറ്റ്സികയായിട്ട് ഫൈറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് നീയുമായിട്ട് ഫൈറ്റ് ചെയ്യണം. എന്റെ പവർ എന്താണെന്നും ഞങ്ങളുടെ വില്ലേജിന്റെ പവർ എന്താണെന്നും ഞാൻ നിനക്ക് കാണിച്ചു തരും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ചോച്ചോയെ കാണിക്കും. അവൾക്കാണെങ്കിൽ ഒരുപാട് അടിയിടിയൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ അങ്ങനെ ബോധം കെട്ട് കിടക്കുകയാണ്. ചോച്ചയാണെങ്കിൽ ഇപ്പൊ അവളുടെ അടുത്തേക്ക് ഓടിയെത്തും. ചോച്ചി അവളുടെ കൈ പിടിച്ച് വിളിക്കും, ചോച്ചോ നിനക്ക് എന്തു പറ്റി? കണ്ണു തുറക്ക്. ചോച്ചോ പതി അവളുടെ കണ്ണു തുറക്കും. ചോച്ചി ചോദിക്കും, എന്തെങ്കിലും പറ്റിയോ? നിനക്ക് എവിടെയെങ്കിലും വേദനിക്കുന്നുണ്ടോ? അതിന് ചോച്ചോ പറയും, ആ ചെക്കനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചോച്ചിയും ആളുടെ വൈഫും അവർ രണ്ടുപേരും അത് കേട്ട് ചമ്മി ഐസായി പോവും. ഇവിടെ വീണ്ടും റോക്ക്ലി അനൗൺസ് ചെയ്യും, അടുത്തതാണ് സെമി ഫൈനൽസ്. അതിലാദ്യമായിട്ട് മത്സരിക്കുക ബറൂട്ടോ, ഷിക്കഡ, നാറ. അത് കേട്ട് ഷിക്കഡയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ പരസ്പരം തംസപ്പ് ഒക്കെ കൊടുക്കും. ഉറപ്പായിട്ടും ഈ ഫൈറ്റില് നമ്മൾ ഉഷാറായിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ സ്ട്രെങ്ത് അതെന്താണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അതിനുശേഷം ബൊറൂട്ടോ അവനിപ്പോ ഒറ്റയ്ക്ക് റൂമിലേക്ക് കടന്നു വരും. അവനാണെങ്കിൽ ഇപ്പൊ വലിയ കൺഫ്യൂഷനിലാണ്. ഞാൻ ഈ ഒരു എക്സാമില് ഈ നിഞ്ചാട്ടോട് അത് യൂസ് ചെയ്യണോ അതോ എന്റെ സ്വന്തം എബിലിറ്റി ഉപയോഗിച്ച് ഞാൻ ഫൈറ്റ് ചെയ്യണോ? അവനങ്ങനെ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പുറത്ത് എന്തോ ഒരു ശബ്ദം അവ കേൾക്കുക. കട്ട് ചെയ്ത ഷിക്കമരുവും ടെമരിയും അവർ രണ്ടുപേരും ഇപ്പൊ ഷിക്കടയെ കാണാൻ വന്നിരിക്കുകയാണ്. അവരെന്തൊക്കെയോ ചില കാര്യങ്ങള് ഷിക്കടയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഷിക്കമരു പറയും, ഒരു കാരണവശാലും നീ പൊറൂട്ടോടെ മുമ്പിൽ തോൽക്കരുത്. അതിന് ഷിക്കട, നിങ്ങൾ ഇത് പറയാനാണോ ഇവിടേക്ക് വന്നത്? എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഉറപ്പായിട്ടും എന്റെ സ്കില്ലും എബിലിറ്റിയും അത് ഞാൻ എല്ലാവർക്കും മുൻപിൽ കാണിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ബൊറൂട്ടോ അവനാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കേട്ട് അവന്റെ കയ്യിലെ ആ ഒരു ഡിവൈസ് അത് റിലീസ് ചെയ്യാതെ കയ്യിൽ തന്നെ വെക്കും. അല്പസമയം കഴിയുമ്പോൾ ഷിക്കടയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും തമ്മിലുള്ള മത്സരം അനൗൺസ് ചെയ്യും. ആ ഒരു ഫൈറ്റ് കാണാൻ ആകാംക്ഷയോട് കൂടെ എല്ലാവരും വന്നിരിക്കുകയാണ്. നാറൂട്ടോ അവൻ ഷിക്കമരുവിനോട് ചോദിക്കും, നീ എവിടെ പോയിരുന്നു? അവൻ ക്യാഷ്വലായിട്ട് പറയും, എവിടെയില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ പൊരിഞ്ഞ ഫൈറ്റാണ്. ടെമരിക്കാണെങ്കിൽ ഷിക്കടയില് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഷിക്കട അവൻ പുതിയ അറ്റാക്ക് ഒക്കെ ഉപയോഗിച്ച് അവൻ പുതിയ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ ബൊറൂട്ടോ അറ്റാക്ക് ചെയ്യും. പക്ഷെ അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും ബൊറൂട്ടോ രക്ഷപ്പെടും. ഷിക്കട അവനവന്റെ ഷാഡോ ചിപ്സ് ഉപയോഗിച്ച് ബൊറൂട്ടോയെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓരോ ഭാഗത്തേക്ക് ഓടി അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബൊറൂട്ടോ അടുത്ത സെക്കൻഡ് അവന്റെ ക്ലൗൺസുകൾ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഓരോ ഭാഗത്തേക്ക് ഷിക്കടയെ ദിശ തിരിപ്പിച്ച് അവനെ തോൽപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ എല്ലാ ക്ലൗൺസിനെ ഉപയോഗിച്ച് അവന്റെ ദശ തിരിപ്പിച്ച് റിയൽ ബൊറൂട്ടോ അവനെ ഇടിക്കാനായിട്ട് ഓടിയെടുക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവൻ ഷാഡോ പാരലൈസിങ് ജിപ്സ് ഉപയോഗിച്ച് ആ ക്ലൗൺസുകളെയും റിയൽ ബൊറൂട്ടോയെയും അതിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഷിക്കട പറയും, ഇതെന്റെ പപ്പയുടെ പവറാണ്, കൗണ്ടർ സ്ട്രാറ്റജി. ഇത് ഞാൻ പപ്പയിൽ നിന്ന് ട്രെയിനിങ് എടുത്ത് പഠിച്ചതാണ്. നാറൂട്ടോ ആണെങ്കിൽ അത് കണ്ട് ഷോക്കായി ഇപ്പൊ ഷിക്കമരുവിനെ നോക്കും. ഉടനെ ഷിക്കട അവനൊരു കത്തി എടുത്ത് ബൊറൂട്ടോയുടെ കഴുത്തിൽ വെക്കും. മര്യാദയ്ക്ക് ഗിവപ്പ് ചെയ്യുന്നതാണ് നിനക്ക് നല്ലത്. ബൊറൂട്ടോ അവനിപ്പോ ആ സയന്റിഫിക് നിഞ്ച ടൂൾ ഉപയോഗിക്കും. അതിനുശേഷം മുകളിൽ നിന്ന് വീണ്ടും ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്ത് ഷിക്കടയെ പിടിച്ചു വലിച്ച് അങ്ങനെ ലോക്ക് ചെയ്യും. ജനങ്ങളെല്ലാവരും ആ ഒരു വിജയം അത് ആഘോഷമാക്കും. ബൊറൂട്ടോ സ്ലോ മോഷനിൽ വമ്പൻ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നടന്നു വരുമ്പോഴായിരിക്കും ഡോക്ടർ കട്ടാസ്കി ആളിപ്പോ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വരിക. ഡോക്ടർ ആണെങ്കിൽ വീണ്ടും ഇപ്പൊ അവന്റെ കയ്യില് എന്തോ ഒന്ന് കൊടുക്കും. ഫൈനൽ മാച്ചില് നിനക്ക് ശരിക്കും ഇത് യൂസ്ഫുൾ ആവും. എമർജൻസി ഘട്ടത്തില് ഉറപ്പായിട്ടും നീ ഇത് ഉപയോഗിക്കണം. കട്ട് ചെയ്ത ഷിക്കട
അവൻ ഒരുപാട് വിഷമത്തിൽ തല കുനിച്ചിരിക്കുകയാണ്. അതിന് ചോച്ചോ പറയും, ആക്ച്വലി നിന്റെ പെർഫോമൻസ് അത് അടിപൊളിയായിരുന്നു. നീ ജസ്റ്റ് മിസ്സിനാണ് തോറ്റുപോയത്. നീ നിന്റെ ബെസ്റ്റ് കൊടുത്തു. അതാണ് ഏറ്റവും വലിയ കാര്യം. ഈനോജിയും പറയും, നമ്മൾ 3 പേരും തോറ്റുപോയി. സോ ഉറപ്പായിട്ടും നമുക്ക് മോഗി മാസ്റ്ററോട് ഒരു ബാർബിക്യൂ പാർട്ടി അത് ചോദിച്ചു വാങ്ങണമെന്ന് പറഞ്ഞ് അവൻ ചിരിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ നടന്ന് ഇപ്പൊ ഷിക്കടയുടെ അടുത്തേക്ക് വരാണ്. ഉടനെ ഷിക്കട പറയും, തീർച്ചയായിട്ടും നീ ഈ മത്സരത്തിൽ ജയിക്കണം. നമ്മുടെ ഗ്രാമത്തിന്റെ അഭിമാനം അത് നീ തന്നെ കാക്കണം. അതിന് ബൊറൂട്ടോ ഉറപ്പായിട്ടും ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് വിഷമത്തില് അങ്ങനെ കടന്നു പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.